ദിവാകരൻ എന്ന ചെകുത്താൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇവിടം തൊട്ട് തെറ്റാൻ പോവുകയാണ്. കാരണം എന്തെന്നറിയോ? ഇതെല്ലാം കേട്ട് ആവണിയുടെ അഞ്ചു നിൽപ്പുണ്ടായിരുന്നു. അഞ്ചു മനസ്സിൽ പറഞ്ഞു, ഇല്ലടോ, ഒരിക്കലും നിങ്ങളുടെ പ്ലാൻ നടക്കില്ല. ദർശൻ്റെ ഒരു കൈ എൻ്റെ ആവണിയുടെ മേലെ വീണാലേ അവൻ്റെ രണ്ടു കൈയും ഞാൻ വെട്ടും. ഈ അഞ്ജനെ അറിയില്ല ആർക്കും. എൻ്റെ അവസാന ശ്വാസം വരെ എവിടെയായാലും ശരി, എങ്ങനെയായാലും ശരി, എൻ്റെ ആ ഊസിനെ വിഷമിപ്പിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അഞ്ജന മനസ്സിൽ പറഞ്ഞു. അവൾക്ക് സ്വന്തം അച്ഛനെതിരെ പോരാടാൻ കൂടി മടിയില്ലായിരുന്നു. അവൾക്ക് വലുത് ആവണി തന്നെയാണ്. പക്ഷേ അഞ്ജനെ അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അഞ്ജനയ്ക്ക് മാത്രമല്ല ആവണിക്കും അറിയില്ല. ഇത്ര കാലം താങ്ങായും തണലായും കൊണ്ടു നടന്നത് സ്വന്തം ചോരയെ തന്നെയാണെന്ന്. അതായത് അഞ്ജന റോസി അമ്മയുടെ മകളാണെന്ന് നമുക്കറിയാലോ. പക്ഷെ അഞ്ജന മാത്രമല്ല, ആവണിയും റോസി അമ്മയുടെ മകള് തന്നെയാണ്. ആവണി സത്യത്തിൽ അഞ്ജനയുടെ ചേച്ചിയാണ്. ദിവാകരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഭാര്യയുടെ ആദ്യ ബന്ധത്തിലെ കൊച്ചിനെ മാത്രമാണ് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന്. ആ കുട്ടി ആവണിയാണ്. ദിവാകരൻ്റെ ആദ്യ ഭാര്യ നമ്മുടെ റോസമ്മയും. റോസി അമ്മയ്ക്ക് ആവണിയോടുള്ള ഇഷ്ടവും കരുതലും ഡേവിഡ് അവളോട് പഴകുമ്പോൾ ഉണ്ടായിരുന്ന പേടിയും അതെല്ലാം മകളോടുള്ള ആ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടിസ്ഥാനമാണ്. പക്ഷേ റോസിയമ്മയ്ക്കും അന്നൊന്നും അറിയില്ലായിരുന്നു അഞ്ജനയും അവരുടെ തന്നെ മകളാണെന്ന്. ആവണിയോടൊപ്പം പലതവണ അഞ്ജനയും റോസിയമ്മയോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിലും താനേറെ കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ചോരയാണ് അഞ്ജന എന്ന് അവർ അറിയുന്നത് സാറാമ്മച്ചിയുടെ വായിൽ നിന്ന് ദിവാകരൻ എന്ന അഞ്ജനയുടെ അച്ഛൻ്റെ പേര് കേട്ടപ്പോഴാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ആവണി സ്വന്തം മകളായിട്ട് പോലും അവളോട് താൻ അവളുടെ ആ സ്വന്തം അമ്മയാണെന്ന് റോസി അമ്മ പറയാതിരുന്നത്? അവൾ ഇത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റോസി അമ്മയ്ക്കും പറയാമായിരുന്നല്ലോ. അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം വരുന്ന പാട്ടുകളിൽ കിട്ടുമായിരിക്കും അല്ലേ. ഇവിടെ ദിവാകരൻ്റെയും ഭാര്യയുടെയും വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന അഞ്ജനയ്ക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം അത്ര ദുഷ്ടത്തരമല്ലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും മനസ്സിലെ സങ്കടവും ദേഷ്യവും എല്ലാം ഒതുക്കിക്കൊണ്ട് അവൾ മുഖത്ത് ഒരു നല്ലൊരു ചിരി വിടർത്തി അവരുടെ അടുത്തേക്ക് ചെന്നു. അവൾ വരുന്നത് കണ്ടതും ദിവാകരും സുമതിയും അത്ര നേരം അവളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് അവളുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കാൻ തുടങ്ങി. എൻ്റെ മോള് വന്നു, ദിവാകരൻ സ്നേഹം ചാലിച്ച വാക്കുകളോടുകൂടി അവളോട് ചോദിച്ചു. എൻ്റെ മോളെ എന്ന സംബോധന കേട്ടപ്പോൾ അഞ്ജനയ്ക്ക് ശരിക്കും പുച്ഛമാണ് അയാളോട് തോന്നിയത്. എന്നാൽ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അയാൾക്ക് നേരെ നല്ലൊരു പുഞ്ചിരി തന്നെ സമ്മാനിച്ചു അവള്. ആ പപ്പ, എത്തി ഞാൻ. മോൾ എന്താ പോയിട്ട് വിളിക്കാതിരുന്നത്? മോളെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ മമ്മി. സുമതിയും സ്നേഹവാക്കുകൾ അവൾക്ക് എതിരെ പൊഴിയാൻ തുടങ്ങി. രണ്ടാളുടെ അഭിനയം കലക്കുന്നുണ്ട്. പക്ഷേ ഈ അഞ്ജനയുടെ അടുത്ത് അതൊന്നും ചെലവാവില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛ. അല്ല, മോള് പോയ കാര്യം എന്തായും? ആവണിയെ കണ്ടോ? നടന്നില്ല അച്ഛ. ദിവാകരൻ ചോദിച്ചതിന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിവാകരൻ്റെയും സുമതിയുടെയും മുഖം മാറി. അത് അഞ്ജന ശ്രദ്ധിച്ചു. അവൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. നാശത്തിനെ കൊണ്ട് ഒന്നിനും ആവില്ല, സുമതി പിറുപിറുത്തു. അത് ദിവാകരൻ കേട്ടു. പക്ഷെ അഞ്ജന കേൾക്കാതിരിക്കാൻ വേണ്ടി ദിവാകരൻ സുമതിയുടെ കയ്യിൽ ഒന്ന് നുള്ളി. അപ്പോഴാണ് അവൾക്കും ബോധം വന്നത് മുമ്പിൽ അഞ്ജനയുണ്ടല്ലോ എന്ന്. എന്താ മമ്മി, എന്തെങ്കിലും പറഞ്ഞോ? അഞ്ജന ചോദിച്ചു. അത് കേട്ടതും സുമതി പറഞ്ഞു, മോള് ഒരുപാട് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയായിരുന്നു മമ്മി. മോൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ മമ്മിയോട് പറഞ്ഞാൽ മതി, മമ്മി റെഡിയാക്കി തരാം, സുമതി സ്നേഹത്തോട് അവളോട് പറഞ്ഞു. അത് കേട്ടതും ഇത് തന്നെ അവസരം എന്ന് കരുതി ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ അഞ്ജു അവർക്ക് നേരെ കൊടുത്തു. അത് കണ്ടതും സുമതിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെയായി. എന്താ മമ്മി, ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും സാധനം പറഞ്ഞതിൽ? വിശന്നിട്ടാ, അവള് പറഞ്ഞു. എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ.
ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പല്ല് കടിച്ചുകൊണ്ട് സുമതി പറഞ്ഞു. എന്നാ ശരി മമ്മി, ഞാൻ പോണു എന്ന് പറഞ്ഞ് കോണിപ്പടി കയറി മുകളിലേക്ക് പോകാൻ നിന്നു അഞ്ജു. മുകളിലേക്ക് പോയെങ്കിലും അവള് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ ബാക്കി പ്ലാൻ എന്തെന്നറിയണ്ടേ അതിനു വേണ്ടി. ഓ, ഒരു നാശം, ഒരു ഉപകാരം ഇല്ലെങ്കിലും മുഴുവൻ ഉപദ്രവമേ ഉള്ളൂ, സുമതി ദിവാകരനോട് പറഞ്ഞു. നീ തന്നെയല്ലേ ചെന്ന് കയറി കൊടുത്തത്, കുറച്ച് സഹിക്ക്, നമുക്ക് അവളെ കൊണ്ട് ഉപകാരമുള്ളത് കൊണ്ടല്ലേ, ദിവാകരൻ ഭാര്യയോട് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. ശരിക്കും ഇവൾക്ക് ആരുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ അല്ല, അവളുടെ തള്ളയുടെ സ്വഭാവമാണോ? സുമതി ദിവാകരനോട് ചോദിച്ചു. ഹേ അല്ല, അവളുടെ തള്ളേ ഭയങ്കര പാവായിരുന്നു, ഒരു മിണ്ടാപ്പൂച്ച. ഇവളങ്ങനെയല്ല. നിനക്കറിയോ, ഇവൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഇവളുടെ അമ്മയിട്ടെ കുറേ ദ്രോഹിച്ചതാ. ശരിക്കും അവളെ ഉപദ്രവിക്കുന്നതേ എനിക്ക് ഒരു ഹരമായിരുന്നു. ഇവളെ പറ്റി പറഞ്ഞപ്പോഴാ അവളെ ഓർത്തെ. ഇവൾക്കേ എൻ്റെ അമ്മച്ചിയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നേ. ഒന്നും അറിയാതെ പാവത്തെ പോലെ ഇരിക്കും, എന്നിട്ട് അവസാനം കൊണ്ട് അവൾ അവളുടെ കാര്യം സാധിക്കും. അത് എന്ത് ചെയ്തിട്ടാലും ശരി അവള് തോൽക്കില്ല. പക്ഷെ അവൾക്ക് ഇത്തിരി അടിപതറിയത് ആ ഡേവിഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അതിൻ്റെ വാശി എന്തായാലും അവൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ മുഷിപ്പിക്കല്ലേ എന്ന് നിന്നോട് പറയുന്നത്. മറ്റൊന്നറിയോ നിനക്ക്, ഈ മോളിലേക്ക് കയറിപ്പോയവളെ ശരിക്കും എൻ്റെ അധിഷ്ടലക്ഷ്മിയാ. അതുപോലെ ദുർദേവതയാണ് ആ പെണ്ണില്ലേ, അർച്ചനയ്ക്ക്. അർച്ചന എന്നതാണ് നമ്മുടെ ആവണിയുടെ ശരിക്കുള്ള പേര്. ഓഫനേജിൽ ഉപേക്ഷിച്ചപ്പോൾ കുഞ്ഞിനെ അറിയാൻ വേണ്ടി മാത്രം ആവടി എന്ന് ആ കുറിപ്പിൽ എഴുതിയിട്ടതാണ്. ഇവളുടെ അമ്മയുടെ ആദ്യ ഭർത്താവേ ഒരു മാഷായിരുന്നു. പഠിക്കുന്ന സമയത്ത് രണ്ടും കൂടി പ്രേമിച്ചതാ. അതിന് ഇവളുടെ അമ്മയുടെ തന്തയ്ക്ക് എതിർപ്പായിരുന്നു. എന്നാലും മകളുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞു 1 വർഷത്തിനുള്ളിൽ തന്നെ അർച്ചന ജനിച്ചു. ആവണിയാട്ടോ അർച്ചന, ഓർക്കണേ. അങ്ങനെ ഇവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ തറവാട്ടിലെ കച്ചവടത്തിനായി എത്തിയത്. ഒന്ന് പ്രസവിച്ചെങ്കിലും ഇവളുടെ അമ്മയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അന്നേ ഞാൻ മോഹിച്ചതാ. പക്ഷെ ഭാര്യയാക്കണമെന്നൊന്നും അന്നുണ്ടായിരുന്നില്ല. ചെറിയൊരു മോഹം അത്രമാത്രം. പക്ഷേ വലിയ രീതിയിൽ എനിക്ക് മോഹം ഉണ്ടായിരുന്നു അവിടുത്തെ സ്വത്തിൻ്റെ മേലെ. അവളുടെ കെട്ടിയോൻ മരിച്ചപ്പോൾ ഞാൻ നൈസായി അവളുടെ അച്ഛനെ സോപ്പിട്ടു. പണ്ടേ അയാൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു, മരുമകനേക്കാൾ ഞാനാണ് മികച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ മകളെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കെട്ടിപ്പിച്ചു. അതും അവൻ്റെ വാർഷികം തികയുന്നതിന് മുമ്പേ. അതിലവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. ആ കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ കെട്ടിയോൻ്റെ വീട്ടുകാർ ഇവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു. പിന്നെ അവളുടെ അവകാശം എനിക്ക് മാത്രമായി. ആ പെണ്ണില്ലേ അർച്ചന, അവളെയും ആർക്കും അധികം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവള്, നമ്മുടെ അഞ്ജന ജനിച്ചപ്പോൾ എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു. ഒന്നാമത് എൻ്റെ ചോരയല്ലേ, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞിലെ തന്നെ ചിരിച്ച് ആൾക്കാരെ കയ്യിലെടുക്കാനേ വളരെ മിടുക്കിയായിരുന്നു അഞ്ജന. ചോരയുടെ ഗുണം കാണിക്കാതിരിക്കോ? അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ ഉയർച്ച തുടങ്ങിയത്. ഇവളുടെ ചിരി കാണാൻ ആ തറവാട്ടിലെ എല്ലാവരും ക്യൂ ആയിരുന്നു. അവർക്കൊന്നും ആദ്യ ബന്ധത്തിലെ ആ കൊച്ചിനെ വേണ്ടായിരുന്നു. ആ പെണ്ണിനെ എല്ലാവരും മാറ്റി നിർത്തുന്നതിൽ ഇവളുടെ തള്ളയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാലും ഇവളോട് സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് ആ അർച്ചനയെ കാണുമ്പോഴേ പലപ്പോഴും അവളുടെ തന്തപ്പടി ഓർമ്മ വരും. ഞാൻ അവളെ ഉപദ്രവിക്കും, പിച്ചും നുള്ളും അടിക്കും, ചൂടുവെക്കും. 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതൊക്കെ ചെയ്യുന്നതേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ എതിർക്കാൻ ആ തറവാട്ടിലെ ആരും വരാതായി. അവർക്കെല്ലാം അഞ്ജനയെ മതിയായിരുന്നു. ഒരിക്കൽ ഞാൻ അവളെ എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് അവളുടെ അമ്മ അറിഞ്ഞു. അതോടെ ജീവനും കൊണ്ട് ഓടി, കുഞ്ഞിനെയും കൊണ്ട്. ഇവളെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇവളെ എടുത്ത് അവരുടെ വീട്ടിലല്ലോ എന്നു പറഞ്ഞിട്ടാവും ഇവളെ ഇവിടെ വിട്ടിട്ട് പോയത്.
അയാൾ അയാളുടെ ക്രൂരതകൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഭാര്യ സുമതിയും. ദിവാകരേട്ടാ, എനിക്ക് ആ പെണ്ണിയും തള്ളനെയും ഒന്ന് കാണണമെന്നുണ്ട്. എന്താ ഒരു വഴി? വല്ല ഫോട്ടോകളും ഇരിപ്പുണ്ടോ? സുമതി ചോദിച്ചതും ദിവാകരൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ, നമ്മുടെ പഴയ സ്റ്റോർ റൂമില്ലേ, അതിൽ കാണും എന്ന്. അവനത് പറയേണ്ട താമസം അഞ്ജന വേഗം സ്റ്റോർ റൂമിലേക്ക് പോയി. അവളുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോർ റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റോർ റൂം അധികം ആരും തുറക്കാത്തതായിരുന്നു. അവൾ ആ വാതിൽ തുറന്നു ഉള്ളിലേക്ക് കയറി. മുഴുവൻ പൊടി പിടിച്ച ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നു. എന്നാൽ ആ മുറി തുറന്ന് എല്ലാം കണ്ടപ്പോൾ, എല്ലാം അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം തുടിക്കുന്നത് കൂടിപ്പോയി. തനിക്ക് വേണ്ടത് എന്തോ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന ചിന്ത അവളിൽ നിറഞ്ഞു. അവിടെ 2 അലമാരകൾ ഉണ്ടായിരുന്നു. അവൾ അലമാരകളിൽ ഒന്ന് തുറക്കാൻ ശ്രമിച്ചു. ഒരുപാട് വർഷം പഴകിയത് കൊണ്ട് തന്നെ അതിൻ്റെ പിടികളെല്ലാം തുരുമ്പ് പിടിച്ച് ആകെ വല്ലാണ്ടായിരുന്നു. താക്കോലും കാണുന്നുണ്ടായിരുന്നില്ല. അന്വേഷിച്ച് അവസാനം ഒരു താക്കോൽ അവളുടെ കയ്യിൽ കിട്ടി. അവൾ അതുപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ അലമാര തുറക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പിന്നെ അവൾ 2ാമത്തെ അലമാര തുറക്കാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ അത് തുറന്നു. അത് തുറന്നപ്പോഴാണ് അതിനുള്ളിലെ കുഞ്ഞു വസ്ത്രങ്ങൾ അവളുടെ കണ്ണിൽ പെട്ടത്. പഴക്കം ചെന്നതുകൊണ്ട് തന്നെ അതെല്ലാം പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചിലതെല്ലാം ചിതല തിന്നിട്ടും ഉണ്ടായിരുന്നു. എന്നാലും അവൾ അതെടുത്തു. അതിലൊന്നിൽ തുമ്പിയെന്നും മറ്റൊന്നിൽ പൂമ്പാറ്റയെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. കൈകൊണ്ട് ആരോ തുന്നിച്ചേർത്ത 2 കുപ്പായങ്ങളായിരുന്നു അത്. ആ കുപ്പായങ്ങൾ രണ്ടും കയ്യിലെടുത്തപ്പോൾ അവളുടെ നെഞ്ച് വിങ്ങിപ്പോയി. ഒരു നിമിഷം അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ചുമരിൽ തൂക്കിയിട്ട പൊടി പിടിച്ച ഒരു ഫോട്ടോ കണ്ടത്. ആ ഫോട്ടോ അവൾ കയ്യിലെടുത്തു. അതിൽ വലിയൊരു പൊട്ടുതൊട്ട് ഒരമ്മയുണ്ടായിരുന്നു. കാണാൻ നല്ല ഐശ്വര്യമായിരുന്നു അവർക്ക്. ആ അമ്മയുടെ വലതുവശം ചേർന്ന് ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു. വട്ടമുഖവും വലിയ കണ്ണും ആയുള്ളൊരു കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണിനെ കൂടാതെ അമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞാവയും കൂടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞാവയുടെ കൈ കുഞ്ഞിപ്പെണ്ണ് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ആ പൊടി പിടിച്ച പകുതി മുഖം മാത്രം കാണാവുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ അഞ്ജനയുടെ ഉള്ളം പിടഞ്ഞുപോയി. നഷ്ടപ്പെട്ടു പോയ അവളുടെ അമ്മയുടെ സ്നേഹവും കരുതലും എല്ലാം അവൾക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആ കുഞ്ഞുടുപ്പും ഫോട്ടോയും എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞു. എന്നെ എന്തിനാ കൂട്ടാതെ പോയേ? എന്നെയും കൂടി കൂട്ടായിരുന്നില്ല അമ്മയുടെ ഒപ്പം എന്നൊരു ചോദ്യമായിരുന്നു അവളുടെ മനസ്സിൽ. അവളങ്ങനെ ആ റൂമിലിരുന്നു കരഞ്ഞു. പക്ഷെ ആരും ആ ശബ്ദം കേട്ടില്ല. പക്ഷേ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂരെയുള്ള അവളുടെ ചേച്ചി വാവേ എന്ന് വിളിച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ആവണി. ആവണിയുടെ സൗണ്ട് കേട്ട് തൊട്ടപ്പുറത്തുള്ള മദറമ്മയും റോസി അമ്മച്ചിയും അവിടെ എത്തി. എന്താ മോളെ, എന്തു പറ്റി? റോസി അമ്മച്ചി അവളുടെ തല തഴുകിക്കൊണ്ട് ചോദിച്ചു. ആ അതില്ലേ, ഒന്നുമില്ല, ഞാൻ സ്വപ്നം കണ്ടതാ അമ്മ. ഞാൻ കുഞ്ഞുനാളിൽ ഒരു സ്വപ്നം കാണാറുണ്ടായിരുന്നില്ലേ, ആ സ്വപ്നമാണ് കണ്ടത്. ആവണി പറഞ്ഞത് കേട്ടതും റോസി അമ്മച്ചിയുടെ മുഖം മാറി. ഒരു കുഞ്ഞുവാവയും അവളുടെ ചേച്ചിയും ഒരുമിച്ചിരിക്കുക. പെട്ടെന്ന് ആരോ വന്ന് അവരിലൊരാളെ മാത്രം എങ്ങോട്ടോ കൊണ്ടുപോയി. മറ്റേ കുഞ്ഞ് കരയാ. എന്തിനാ ഞാൻ ഈ സ്വപ്നം കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലെവിടേക്കോ വിങ്ങല. എൻ്റെ കയ്യിൽ നിന്ന് ആ വാവയെ പിടിച്ചു കൊണ്ടുപോയേ എന്നൊരു തോന്നല. ആവണി വിഷമത്തോടു കൂടി പറഞ്ഞു. മോളെ, അത് ഒരു സ്വപ്നമല്ലേ, അതിന് അതിൻ്റേതായ വില കൊടുത്താൽ മതിയെന്നേ. മോള് പ്രാർത്ഥിച്ച് കിടക്ക്, അപ്പം ഞാൻ സ്വപ്നമൊന്നും കാണില്ല എന്ന് പറഞ്ഞ് മദറമ്മ പോയി. റോസിയമ്മ അവളെ കുറച്ചു നേരം നോക്കിയിട്ട് റൂമിലേക്ക് പോയ റോസിയമ്മ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞു ഫോട്ടോ എടുത്തു. അഞ്ചു ആ റൂമിൽ കണ്ട ആ ഫോട്ടോ തന്നെയായിരുന്നു അത്. അമ്മയുടെ പൊന്നുമോള, അമ്മയോട് ക്ഷമിക്ക് എന്ന് അഞ്ജുവിൻ്റെ ഫോട്ടോ തഴുകിക്കൊണ്ട് പറഞ്ഞു. ബാക്കി എന്താ നടക്കാമെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.